യൂറോപ്പിലെല്ലാം WC എന്ന് കാണിക്കുന്നതാണ് ടോയ്ലറ്റ്. നോർവേയിൽ നിന്നും സ്വീഡനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബുള്ളറ്റ് ട്രെയിനിന്റെ ടോയ്ലറ്റ് ആണ്. അതിൽ WC എന്ന് കാണാം. ഇവിടെ ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്യണം തുറക്കാൻ. നമ്മൾ കൈകൊണ്ട് തുറക്കില്ല, ഓട്ടോമാറ്റിക് ഡോർ ആണ്. ഓക്കെ, നമ്മൾ അകത്ത് കയറിയിട്ട് ഈ സാധനമൊക്കെ കാണുമ്പോൾ ഇതുണ്ട്, ഒരു ഹാൻഡിലാണ്. അതിൽ പിടിക്കാൻ പറ്റില്ല. അതെ, ഇവിടെ ഞെക്കണം. ഇവിടെ ഞെക്കിയാലാണ് ഇത് അടയുള്ളൂ. അതിപ്പോ ഞെക്കി ശിവഗംഗ, അപ്പോൾ ഇത് അടഞ്ഞു. നമ്മൾ ഇവിടെയൊക്കെ തിരിച്ചു നോക്കി ഞാൻ ഇതൊക്കെ ക്ലോസ് ചെയ്യാനായിട്ട്. പക്ഷെ ഇത് കണ്ടോ, ഈ ലോക്കിന്റെ സ്ഥലത്ത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ലോക്കിൽ ഞെക്കണം. അപ്പൊ അത് ക്ലോസ് ആയി. ഇവിടെ എഴുതിയിട്ടുണ്ട് ബ്ലിങ്ക് ചെയ്യുമ്പോൾ അൺലോക്ക്. ഈ ലൈറ്റ് സ്ഥിരതയായിട്ട് വന്ന ലോക്ക് ഇപ്പൊ ലോക്കായി. ഓക്കെ, എന്നിട്ട് നമ്മുടെ യൂറിൻ പാസ് ചെയ്യുക, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ ടോയ്ലറ്റ് പേപ്പർ മാത്രമേ അതിനകത്ത് ഇടാൻ പാടുള്ളൂ. ഈ WC-യിൽ പ്രസ് ചെയ്താലാണ് വീണ്ടും വെള്ളം വരിക. പിന്നെ അതെ, ഇവിടെ പൈപ്പ് ഉണ്ട്. ഇവിടെ നമ്മുടെ ഹാൻഡ് സോപ്പ് കിട്ടും. പിന്നെ ഇവിടെ ഡ്രൈ ചെയ്യാം. വേണമെങ്കിൽ നല്ലൊരു സുന്ദരം കണ്ണാടി ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് പൗഡറൊക്കെ ഇട്ടിട്ട് തലമുടിയൊക്കെ ചീട്ട് പോവാം. വേസ്റ്റ് പേപ്പർ ഇവിടെ ഇടാം. എന്ത് ക്ലീൻ ആണ്, നമുക്ക് ഒരു ഇതുമില്ല, നല്ല ക്ലീൻ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ 2 പേർക്ക് നിൽക്കാം. ഞങ്ങൾ 2 പേരും ഇവിടെ നിൽക്കുന്നുണ്ട് സുഖമായിട്ട്. അത്രയും വലിയ സ്പേസ് ആണ്. ഇനി ഇത് തുറക്കണമെങ്കിൽ ഞെക്കേണ്ടി വരും, പ്രസ് ചെയ്യണം. ആദ്യം അൺലോക്ക് ചെയ്യുക, എന്നിട്ട് വേണം വീണ്ടും ഇവിടെ പ്രസ് ചെയ്തപ്പോൾ വാതിൽ തുറന്ന. ഇനി ഇത് ഇവിടെ അടയ്ക്കണം. ഓക്കെ, വാതിൽ അടയുന്നു. ഇവിടെ കുട്ടികൾ കിടത്തി ഡയപ്പർ മാറ്റാനും ഉള്ള സൗകര്യമുണ്ട്. പിന്നെ ഇത്രയും വലുതാക്കിയിരിക്കണം. എനിക്ക് തോന്നുന്നു വീൽ ചെയർ ഫ്രണ്ട്ലി ആണിത്. യൂറോപ്പിലെ പല ടോയ്ലറ്റുകളും വീൽ ചെയർ ഫ്രണ്ട്ലി ആണ്. അവർക്ക് കുറച്ച് സ്പേസ് വേണമല്ലോ വീൽ ചെയർ ഒക്കെ ഉന്തിക്കൊണ്ട് പോകാൻ. അപ്പോൾ അത് രണ്ടും ഇവിടെ സൗകര്യമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഏരിയ. ഇതിന് ട്രെയിനിന്റെ അകത്ത് വേറൊരു ചെറിയ ടോയ്ലറ്റും കൂടെ ഉണ്ട്. അവിടെ ഇത്രയും സ്പേഷ്യസ് അല്ല. അപ്പൊ ഇതാണ് യൂറോപ്പിലെ ഒരു ബുള്ളറ്റ് ട്രെയിനിലെ ടോയ്ലറ്റ്.